കാട്ടാന ശല്യത്തിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച വൈദ്യുത വേലി പദ്ധതിയിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയെ തുടർന്ന് ചെറുപുഴ പഞ്ചായത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു. പഞ്ചായത്തിലെ 9ാം വാർഡിലെ ചെന്നാട്ടുകൊല്ലി മരുതുംതട്ട് മേഖലയിലെ വൈദ്യുത വേലി നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണം. കാനംവയലിലെ നല്ലക്കുന്നേൽ ഷിജു മാത്യു നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. പദ്ധതിക്കായി പഞ്ചായത്ത് 5 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാർ പ്രകാരമുള്ള നിർമ്മാണം പൂർത്തിയാക്കാതെയാണ് കരാറുകാരൻ ബിൽ മാറിയെടുത്തത് ാണ് പരാതിയിൽ ആരോപിക്കുന്നത്. 2025 ആഗസ്റ്റിൽ ആരംഭിച്ച പ്രവൃത്തി ഡിസംബറിൽ പൂർത്തിയായതായി രേഖപ്പെടുത്തി ബിൽ പാസാക്കിയെന്നും യഥാർത്ഥത്തിൽ ജോലി പൂർണ്ണമായിരുന്നില്ലെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. സ്ഥലം സന്ദർശിക്കാതെയാണ് ജില്ലാ പഞ്ചായത്ത് എഞ്ചിനീയർ ബിൽ അംഗീകരിച്ചതെന്നും പരാതിയിൽ ആരോപണമുണ്ട്. വൈദ്യുത വേലിയിൽ അപാകതയുണ്ടെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പരാതി നൽകിയിരുന്നു. ആന ഇറങ്ങുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസമായിട്ട് തുടർച്ചയായിട്ട് വൈകിട്ട് 6 മണി 7 മണിയാകുമ്പം ആനയക്കര കയറി വരുന്നു. അപ്പോൾ ഇതിൽ ഒരു 5 മണി ആയതിനു ശേഷം ഒരു വാഹനം വിളിച്ചാൽ പോലും ഈ വഴിക്ക് വരില്ല. റോഡിൽ കൂടെയാണ് ആന നടക്കുന്നത്. കൃഷി നശിപ്പിക്കുന്നു. ആൾക്കാർക്ക് വരാനോ പോകാനോ ഒന്നും സാധിക്കുന്നില്ല. പിന്നെ ഈ വേലി കെട്ടിയ ഇതിൻ്റെ പരാതിയായിട്ട് ഞാൻ തന്നെ നേരിട്ട് ചെറുപുഴ പഞ്ചായത്തിൽ പോയി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും കണ്ടു പറഞ്ഞു. അപ്പം അവരെയും ബില്ല് മാറിയെന്ന് ചോദിച്ചപ്പം അവരൊരു നിസ്സഹകരണ മനോഭാവം കാണിച്ചു. രണ്ടാമത് പിന്നെ അതിൻ്റെ ബില്ല് മാറിയെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം ആ ബില്ല് മാറി, ഞങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം, ഞങ്ങൾ പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു. 2026 ഫെബ്രുവരിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയെങ്കിലും ഇതുവരെ നടപടിയായില്ല. ഇതോടെ വേലിയില്ലാത്ത ഭാഗങ്ങളിലൂടെ കർണാടക വനമേഖലയിൽ നിന്ന് കാട്ടാനകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കടന്ന് കൃഷിനാശം വരുത്തുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലെത്തിയ വിജിലൻസ് സംഘം രേഖകളും വിവരങ്ങളും ശേഖരിച്ചു. വൈദ്യുത വേലി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും കരാറുകാരനോട് കണ്ണൂർ വിജിലൻസ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതായും വിവരം ലഭിച്ചു. പരാതിക്കാരന്റെ മൊഴിയും സംഘം രേഖപ്പെടുത്തി. ഏജനെറ്റ് ന്യൂസ്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.